കേരളത്തിൽ വേടൻ കേസ് അടക്കം ചർച്ചയാകുമ്പോൾ വീണ്ടും സുപ്രീം കോടതിയുടെ നിർണായക നിരീക്ഷണം. വിവാഹ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പര സമ്മതത്തോടെ നടന്ന ശാരീരിക ബന്ധത്തെ ബലാത്സംഗമായി കാണാനാവില്ലെന്ന് സുപ്രീം കോടതി ആവർത്തിച്ചു. പശ്ചിമ ബംഗാളിലെ യുവാവിന്റെ പേരിലെ പോക്സോ കേസ് റദ്ദാക്കിയാണ് ജസ്റ്റിസ് സുധാംശു ധൂലിയ അധ്യക്ഷനായ ബെഞ്ചിന്റെ നിരീക്ഷണം. സംഭവം നടന്ന് 3 വർഷത്തിനു ശേഷം പ്രായപൂർത്തിയായപ്പോഴാണ് പെൺകുട്ടി പരാതി നൽകിയതെന്നും ബലാത്സംഗം നടന്നതുമായി ഫോറൻസിക് തെളിവുകളില്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. 15 വയസ്സുണ്ടായിരുന്ന കാലത്താണ് പെൺകുട്ടിക്ക് യുവാവുമായി സമ്മതത്തോടെ ശാരീരിക ബന്ധം ഉണ്ടായത്. പ്രായപൂർത്തിയായ ശേഷമാണ് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് യുവാവ് പിന്മാറിയത്. തുടർന്ന് പെൺകുട്ടി ബലാത്സംഗ കേസ് നൽകുകയായിരുന്നു. ഈ സാഹചര്യത്തിലെ വിധി പോക്സോ കേസുകളിൽ അടക്കം നിർണായകമാകും. പ്രായപൂർത്തിയാകാത്തവരെ ഏത് സാഹചര്യത്തിൽ ലൈംഗിക ചൂഷണം ചെയ്യുന്നതും കുറ്റകൃത്യമാണെന്നാണ് വിലയിരുത്തിയത്. പരസ്പര സമ്മതത്തിന്റെ വിഷയം അവിടെ ഉയരുമായിരുന്നില്ല. അതാണ് ഈ വിധിയെ നിർണായകമാക്കുന്നത്. വിവാഹ വാഗ്ദാനം ഉണ്ടായിരുന്നതിനാൽ തന്റെ സമ്മതത്തോടെയാണ് ശാരീരിക ബന്ധം നടന്നതെന്ന് പെൺകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. FIR റദ്ദാക്കാൻ വിസമ്മതിച്ച ഹൈക്കോടതിയുടെ നടപടി ചോദ്യം ചെയ്ത് യുവാവ് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. പ്രായപൂർത്തിയായ കുട്ടിയെ സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിന് വിധേയമാക്കുന്നതിനെ ഇവിടെ സുപ്രീം കോടതി അനുകൂലിക്കുന്നില്ല. എന്നാൽ ബലാത്സംഗം നടന്നതായി ഫോറൻസിക് തെളിവുകളില്ലെന്ന നിരീക്ഷണം നിർണായകമാകും. ഒരുപാട് കാലം കഴിഞ്ഞ് ചർച്ചയാകുന്ന പോക്സോ കേസുകളെ ഈ വിധി സ്വാധീനിച്ചേക്കും. കേരളത്തിൽ വേടൻ കേസടക്കം ചർച്ചയാകുമ്പോഴാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. വിവാഹേതര ബന്ധത്തിൽ പരസ്പര സമ്മതത്തോടെ നടത്തിയ ശാരീരിക ബന്ധത്തെ ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. വർഷങ്ങളോളം തുടർന്ന ബന്ധം വഷളായ ശേഷം ബലാത്സംഗം ആരോപിച്ച് നിയമ നടപടി സ്വീകരിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായും കോടതി നിരീക്ഷിച്ചു. 2024 ഈ വിധി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ആരോപണം ഇത്തരം കേസുകളിൽ നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കിയ കോടതി 7 വർഷം മുൻപ് രജിസ്റ്റർ ചെയ്ത FIR അന്ന് റദ്ദാക്കുകയും ചെയ്തു. മുംബൈയിലെ ഖാർഘർ പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. ഭർത്താവ് മരിച്ച സ്ത്രീ നൽകിയ പരാതിയിൽ വിവാഹിതനായ പുരുഷനായിരുന്നു പ്രതി. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചെന്ന് പരാതിയുണ്ടെങ്കിൽ കാലതാമസമില്ലാതെ പരാതി നൽകണമെന്നും ജസ്റ്റിസുമാരായ BV നാഗരത്നയും N കോടീശ്വർ സിംഗും ഉൾപ്പെട്ട ബെഞ്ച് മുമ്പ് വ്യക്തമാക്കിയിരുന്നു. 2008 ആരംഭിച്ച ബന്ധത്തിന്റെ പേരിലാണ് 2017 FIR രജിസ്റ്റർ ചെയ്തത്. പരാതിക്കാരി ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്ന പ്രതിയുടെ ഭാര്യ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. ഇതിനുശേഷമാണ് ബലാത്സംഗ കേസ് വരുന്നത്.